എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് ദിബ്ബ ബീച്ചിലാണുള്ളത്. നല്ല അതിമനോഹരമായൊരു ബീച്ചാണ്. നല്ല നല്ല മൗണ്ടൻ, ഒരു സൈഡിൽ ഫുള്ള് മലകളാണ്. കണ്ട നല്ല അടിപൊളി മലകൾ. നല്ല നമ്മൾ മലൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ടെൻ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് അതാ അടുത്തതായി നമ്മുടെ ഇതണ്ട നല്ല സ്റ്റൈലം ബീച്ചാണ്. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ബീച്ച്. കുളിക്കും, കുറച്ച് കഴിഞ്ഞാൽ കുളിക്കും. ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് കയറാണ്. എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക. ലൊക്കേഷൻ കോർഫുഖാൻ ദിബ്ബ റൂട്ടിൽ ദിബ്ബ ബീച്ചാണിത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ബാർബിക്യൂ ഒക്കെ വെച്ച് നല്ല ഒരുപാട് ആളുകൾ ബാർബിക്യൂ ഒക്കെ കഴിക്കുന്നുണ്ട്. വേണ്ട ഓക്കെ. അപ്പോൾ അടുത്ത കാഴ്ചകൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളെ കാണിക്കും. അങ്ങനെ നമ്മൾ അസ്സൻ ദിബ്ബയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിമനോഹരമായ കടൽ തീരം, റോഡും കടലും ഒന്നിച്ചുള്ള അസ്സൻ ദിബ്ബയുടെ അതിമനോഹരമായ കാഴ്ച. വാവ്, ദ വണ്ടർഫുൾ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കാണ്. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. കണ്ടമാതിരി ആൾക്കാരുണ്ടല്ലേ. എവിടെയെങ്കിലും മതി ചേട്ടാ, ഇനി അടക്കി നമുക്ക് ടെൻ്റ് അടിക്കാം. ലേക്കുള്ള റോഡാണ്. ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ നല്ല അടിപൊളി ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ भोपाल तिरछा मत अंगने हम दरअसल हम आए हैं, अभी हम गंतव्य तक पहुंचने वाले हैं। सुबह से हम निकले हैं, हम अब पहुंचने वाले हैं। पहुंच के कुछ खाने पीने वाले हैं, खाना खाएंगे, थोड़ा घूमेंगे, पहाड़ पे चढ़ के थोड़ा रेस्ट करके टेंट सेंट लगा के मजे करेंगे. ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നിർത്തിയിട്ട് ഏതെങ്കിലും സൈഡിൽ നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഭക്ഷണം കഴിക്കണം. ആദ്യം നല്ല വിശപ്പുണ്ട്, കാരണം 1 മണിയായി ഇപ്പോൾ ഏകദേശം അല്ലേ. हेलो हेलो हाय नमस्कार. हमारे नेपाल में बात कर रहा हूँ. चिराग भाई के सब ब्लॉगर को नमस्कार. लाइक सब्सक्राइब सब करने का, और हम जाके आपको अच्छा सा वीडियो दिखाएंगे. ओके. अभी हम लोग रासल कैमा में जा रहे हैं. रासल कैमा का रास्ता में जाने वाला है हम लोग. बहुत अच्छा वीडियो बनाएगा आज और एंजॉय करेगा ईद का दिन. और भोपाल जी भी साथ में है. सुधीर भाई तो ग्रेट, ड्राइविंग में किधर भी नहीं देखेगा. ओके. ചെറിയ സ്ക്രീനിൽ നിങ്ങളെ കാണാം ഫുള്ളായിട്ട്. അപ്പോൾ ഞങ്ങൾ കോർഫുഖാൻ എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ പോലെയല്ല, ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടമാതിരി ഫാക്ടറീസും ഇപ്പോൾ കണ്ടോ, പുതിയ ഇതെല്ലാം ബിൽഡിങ്ങുകളും ഇതെല്ലാം നല്ല ഡെവലപ്പ് ഏരിയയാണ് സംഭവം. ഇനിയും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ക്ലൈമറ്റും വളരെ മനോഹരമായ ക്ലൈമറ്റാണ്. വലിയ ചൂടൊന്നുമില്ല. മെയ് മാസം തുടങ്ങിയെങ്കിലും വലിയ ചൂടൊന്നും ആയിട്ടില്ല. ഇനി അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസമൊക്കെ ആയിരിക്കും ചൂട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. എന്തായാലും ഞങ്ങൾ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി കോർഫുഖാനിലെത്തിയിട്ട് നമ്മൾ അടുത്ത വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ മസാഫിലെ ഒരു ചെറിയൊരു കാഴ്ചയാണിത്. ഒരു പൈനാപ്പിൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ മസാഫിനെ പറ്റിയിട്ടുള്ള 2-3 കാര്യങ്ങൾ നമ്മളെ സുധീരൻ പറയും. ഇവിടെ ഭോപ്പാൽ ചേച്ചാ പറയും ഇതേട്ടാ, മസാഫിനെ പറ്റിയിട്ട് എന്തെല്ലാം നമുക്ക് നമ്മളെ ആളുകൾ ഇവിടുന്ന് ഒരു റോഡ് പോകുന്നുണ്ട്. ഓക്കെ. അത് ആക്ച്വലി മലകളുടെ അപ്പുറത്തേക്കാണ്. അവിടെ നല്ലൊരു വാലി ഉണ്ട്. ഓക്കെ. ഓക്കെ. വാലിയിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് മസാഫി ഹോട്ടലിൽ വരുന്ന മസാഫി വാട്ടർ. അതിവിടെയാണ് അണ്ടർഗ്രൗണ്ട് ഏകദേശം ഒരു 600 മീറ്ററോളം താഴെ
പുഴയെന്ന് തന്നെ അവർ അടിക്കുന്നുണ്ട്, വെള്ളം അടിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് വാട്ടർ ആണല്ലേ? ഇത് യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിൽ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഇവിടെ മലകളും ഇതെല്ലാം ഉള്ളത് കാരണം നല്ലോണം എന്ന് പറഞ്ഞാൽ മഴക്കാർ വന്ന് തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി വിൻ്റർ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലോണം വെള്ളം കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ലേക്കുണ്ട്, പിന്നെ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അപ് ടു 600 മീറ്റേഴ്സ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. മസാഫി ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 60 മീറ്ററിൽ നിന്ന് തന്നെ അവർക്ക് വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല ഒരിക്കലും എന്നാണ് മസാഫിയുടെ ഒരു ഇത്. मसाफी में घूमने आया यहाँ पे भी कोरफुकान जाने के लिए हम लोग तैयार कर रहे हैं ना। रास्ता में हम लोग खड़ा किया, रुक के थोड़ा एक वीडियो बनाया, बहुत अच्छा। हम लोग थोड़ा रास्ता में अभी अच्छा वाला एक जगह मिल गया और खाना खाने के लिए हम लोग अभी इधर रुका हुआ, थोड़ा खाना खाएगा, उसके बाद हम लोग जाएगा। थोड़ा एंजॉय बहुत है, थोड़ा गर्मी है. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോർഫുക്കാനിൽ ഒരു അതിമനോഹരമായ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടുള്ളത് കണ്ടില്ല, ഒരു പൈനാപ്പിൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. രാത്രി ഒരുപാട് തട്ടുകടകളെല്ലാം ഉണ്ട് അല്ലേ? ഇത് നൈറ്റിൽ ഇവിടെ എന്ന് പറഞ്ഞാലും മിക്കവരും വണ്ടി നിർത്തി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഇതാണ്. പിന്നെ ഇപ്പുറം എന്ന് പറഞ്ഞാൽ യൂഷ്വലി വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ ഒരു ഇതാണ്. ഇവിടെ മിക്കവരും വന്ന് എന്ന് പറഞ്ഞാൽ പോട്രി ഇതെല്ലാം വാങ്ങി. അതുപോലെ തന്നെ അവിടെ ഒരു നഴ്സറി എല്ലാം കാണുന്നുണ്ട്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ്, നല്ലൊരു അടിപൊളി സ്ഥലമാണ്. റാസൽ കൈമിൽ നിന്ന് പിന്നെ മസാഫിന്ന് കോർഫുക്കാൻ, അങ്ങനെയാണ് നമ്മൾ യാത്ര. അപ്പോൾ ഓക്കെ, നമ്മൾ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള വയറെല്ലാവരുടെയും വിഷം നൊട്ടിയിട്ടുണ്ട്. അയ്യോ, മതി ഈ ഭാഗം കുറേ പിടിച്ചില്ല നമ്മൾ ഒരുപാട്. അങ്ങനെ ഫൈനലി നമ്മുടെ ടെൻ്റെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്തു. കണ്ട ടെൻറ്റിന് സ്റ്റൈൽ ടെൻ്റെല്ലാം സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഭോപ്പാൽ ജി ഓർ യാർ ദേഖോ കിത്ന ഖൂബ്സൂറത്ത്. അതെ യാർ, ഒരു സൈഡിൽ നല്ല മൗണ്ടൻ അടിപൊളി ബീച്ചാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ വരുന്നത് പിന്നെ കോർഫുക്കാനിൽ ദിബ്ബ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ദിബ്ബ ബീച്ച് അതിമനോഹരമായ ബീച്ചാണ്. എന്താ കടൽ, ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താ നമ്മളെല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു, ടെൻ്റെല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫൈനലി അടിപൊളിയായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനായ ദിബ്ബ ബീച്ചിലാണുള്ളത്. നല്ല വണ്ടർഫുൾ ബീച്ചാണ്, അതിമനോഹരമായ ബീച്ച്. അങ്ങനെ നമ്മുടെ ബീച്ചിലേക്കുള്ള യാത്ര നമ്മളെ भोपाल जी बहुत एंजॉय किया. भोपाल जी ईद में बहुत एंजॉय किया था ना? बहुत। अच्छा भाई और बहनों, आ जाओ यार, सारे ट्रैवल करो, एंजॉय करो, फैमिली के साथ घुमाओ. देखो यार, यहाँ पत्थर है बीच में, पूरा हम लोग बीच
സൈഡിൽ ശരിക്കും മണലും നല്ല കല്ലാണ്, കല്ലായിട്ടുള്ള പ്രദേശമാണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല കല്ലായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലായിട്ട് വന്നിട്ട്, അതുപോലെ തന്നെ എല്ലാവരും ബാച്ചിലർ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും വന്നിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ നല്ല ടെൻ്റ് അടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെൻ്റ് നിങ്ങളെ കാണിക്കും. കണ്ടോ, ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, ഫുള്ള് മരങ്ങളാണ്. നല്ലൊരു വൈബാണ് ഇവിടെ, അടിപൊളി വൈബ്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാണ്. നല്ലൊരു വൈബ് നിങ്ങളെ കാണിക്കാൻ ഒരു സായാഹ്ന കാഴ്ച, സൂര്യാസ്തമയം ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. അതിമനോഹരമായ നല്ല സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ദിബ്ബ ബീച്ചിൽ വരിക, എൻജോയ് ചെയ്യുക. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഇവിടെ ടെൻ്റ് അടിച്ച സ്ഥലം, ടെൻ്റ് ഇവിടെ അടിക്കുക. അതാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി വന്നാൽ ഇവിടെ മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബീച്ച് നല്ല സൂപ്പർ, അതായത് ബ്യൂട്ടിഫുൾ ബീച്ചാണ്. അപ്പോൾ എല്ലാവരും ഈ ലൊക്കേഷൻ മറക്കരുത്. കോർഫുഖാൻ ദിബ്ബ റൂട്ടിൽ അസൻ ദിബ്ബ സൈഡിൽ വരുമ്പോൾ ദിബ്ബ ബീച്ചാണിത്. ഓക്കെ, ദ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മൾ ദിബ്ബ ബീച്ചിൽ നമ്മളെ മുഹമ്മദ് ഖാൻ്റെ അടുത്താണ് എത്തിയുള്ളത്. മുഹമ്മദ് ഖാൻ നമ്മുടെ നാട്ടുകാരാണ്, മലപ്പുറക്കാരൻ. എവിടെ നമുക്ക് നാട്ടില്? രണ്ടത്താണില്ലേ? എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? എത്ര വർഷമായി ദുബായിൽ? 28 വർഷം. മാഷാ അല്ലാ. എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളെല്ലാം? ആണല്ലേ, കച്ചവടം. ഇപ്പോൾ എല്ലാവരും മുഹമ്മദ് ഖാൻ്റെ ഐസ്ക്രീം കഴിക്കണം. ഇവിടെ ദിബ്ബ ബീച്ചിൽ വന്നാൽ മുഹമ്മദ് ഖാൻ ഉണ്ടാവും. മുഹമ്മദ് ഖാനെ വെക്കാൻ മറക്കരുത്. മുഹമ്മദ് ഖാൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളോട് കൊടുക്കുന്നുണ്ട് അല്ലേ? രണ്ടത്താണിയാണ് അല്ലേ? 28 വർഷം. താമസം എവിടെയാണ്? സെനയിൽ അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ മലപ്പുറം കരുവാരക്കുണ്ടാണ്. അപ്പോൾ മുഹമ്മദ് ഖാൻ്റെ നമ്പറാണിത്. ഇവിടെ ദിബ്ബ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഖാൻ്റെ ഐസ്ക്രീം കഴിക്കാതെ പോകാത്ത ആളുകളില്ല. വണ്ടർഫുൾ ആയിട്ടുള്ള ഐസ്ക്രീമാണ്. കണ്ടോ, നമ്മൾ വാങ്ങി. സുധേട്ടൻ എങ്ങനെയുണ്ട് ഐസ്ക്രീം? पापा जी आइसक्रीम कैसा है यार? कुल्फी है, बहुत अच्छा कुल्फी है ना? मलाई कुल्फी पंजाबी. आई वाह, वंडरफुल. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, ബെല്ലൈക്കൺ വെക്കണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനടി വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.